നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എൻ വാസുവും എ പത്മകുമാറും അറസ്റ്റിലായി. സ്വർണ്ണപ്പാളി മോഷണത്തിൽ 6 ഉന്നതരാണ് ഇതുവരെ അറസ്റ്റിലായത്. ഇവരെല്ലാവരും ചേർന്നോ ഇവരിൽ ചിലരോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒന്നാണോ ശബരിമലയിലെ ഈ ശാസ്ത്രീയമായ മോഷണം? ദ്വാരപാലക ശില്പം പൊതിഞ്ഞ ഭാഗങ്ങൾക്കും കട്ടിളപ്പടിക്കും അപ്പുറമുള്ള വലിയ വലിയ തട്ടിപ്പുകൾ ശബരിമലയിൽ നടന്നിട്ടുണ്ടാവില്ലേ? ബോർഡ് പ്രസിഡന്റുമാരിലും അംഗങ്ങളിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിലുമൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് ഇപ്പോൾ അന്വേഷണം. അതിനപ്പുറം അധികാരമുള്ളവരിലേക്ക് നീങ്ങുന്നില്ലേ എന്ന ന്യായമായ സംശയം ഉണ്ട്. ഇവർക്ക് ഇതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നൊന്നും ക്ഷമിക്കണം, അതിപ്രധാനമായ ഒരു വാർത്ത വന്നതുകൊണ്ടാണ് പെട്ടെന്ന് അതിലേക്ക് പോകേണ്ടി വന്നത്. ഇന്ത്യയുടെ ഒരു യുദ്ധവിമാനം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പൊതുവേദിയിലേക്ക് തന്നെ മടങ്ങി എത്തുകയാണ്. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്തു നിന്നും. ശ്രീനിവാസൻ, ഇപ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി അന്വേഷണം ദേവസ്വം ബോർഡിൻ്റെ 2 മുൻ പ്രസിഡന്റുമാർ അടക്കം പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരടക്കം 6 പേരാണ് അറസ്റ്റിലായത്. ഈ 2 ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരെക്കാളും ഒക്കെ കൂടുതൽ അധികാരമുള്ള മറ്റ് 2 പേർ കൂടിയുണ്ട്. ഒന്ന് ശബരിമല തന്ത്രിയാണ്. ശബരിമല തന്ത്രി അറിയാതെ അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ എല്ലാ കാര്യത്തിനും പരമ്പരയായി അവർക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന തന്ത്രി കുടുംബമുണ്ട്. അവരുടെ അനുമതിയോടുകൂടി മാത്രമേ ഈ സ്വർണ്ണപ്പാളി ഇളക്കാനും വെക്കാനും എല്ലാം കഴിയൂ. അങ്ങനെയുള്ള അവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല. ഒപ്പം ഈ വകുപ്പിൻ്റെ മന്ത്രിയുണ്ട്, മന്ത്രിയിലേക്കും അന്വേഷണം കാര്യമായി എത്തുന്നില്ല. അവർ കുറ്റക്കാരാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അവർ കുറ്റക്കാരാണോ അല്ലയോ എന്ന് അന്വേഷിക്കണ്ടേ? ഇവരൊന്നല്ല ഇതിന്റെ ആൾക്കാര്, ഇതൊക്കെ ചെറിയ മീനുകളാണ്. മനസ്സിലായിട്ടുണ്ടായി. ഇവൻ ചെറിയ വമ്പന്മാരുണ്ട്. കടവുമ്പുള്ളി സുരേന്ദ്രനൊക്കെ ഇതിന്റെ മുമ്പിലേക്കുള്ള അവരൊക്കെ ചോദ്യം ചെയ്യണ്ടേ? കടവുമ്പുള്ളി സുരേന്ദ്രൻ അവല്ല 2019 തൊട്ട് തുടങ്ങിയതല്ലേ. അവരൊക്കെ ഈ കാലഘട്ടത്തിലത്തെ ദേവസ്വം മന്ത്രിമാരൊക്കെ ഉണ്ടാകുന്നത്. അവല്ല 25 ഇതിലൊക്കെ 25 ഇതില് കാലഘട്ടത്തിലാണ് ഇവിടകളൊക്കെ ഈ ശബരിമലയിൽ നിന്ന് നടന്നിട്ടുള്ളത്. അപ്പൊ ഇതിനൊക്കെ അവരെ ചോദ്യം ചെയ്യണ്ടേ സാർ? അത് തന്നെയാണ് ചോദിക്കുന്നത്. മന്ത്രിയെയും തന്ത്രിയെയും ഒക്കെ ചോദ്യം ചെയ്യേണ്ടതെന്ന് തന്നെയാണ് ചോദിക്കുന്നത്. തന്ത്രിക്കും ഇതുപോലെ അവകാശവും അധികാരവും ഒക്കെ ഉള്ള ആളല്ലേ? CPIM ഇപ്പൊ വളരെ പ്രകടനത്തിലാണ്. അവരെന്തോ പറയുന്നു, സഖാക്കൾ ഇപ്പൊ എന്തോ പറയുന്നത്, ഞങ്ങളൊന്നും ആരുമല്ല, ഞങ്ങൾക്കിതൊന്നും അറിയില്ല, ഇത് എങ്ങനെയാ വന്നു. ശ്രീനിവാസൻ, അത് ആ പാർട്ടി ഇരിക്കുമ്പോഴും അവര് തെറ്റ് ചെയ്തവരെ ന്യായീകരിക്കുന്നില്ല എന്നുള്ളത് ഏത് പാർട്ടിയായാലും നല്ല കാര്യമല്ലേ? അതെ, അതിപ്പോ ഇപ്പൊ ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ന്യായീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വേണമെങ്കിൽ ഇപ്പോഴും പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണ്. പത്മകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയില്ല. കുറ്റാരോപിതനായി നിൽക്കുകയാണ്. അതല്ല, പത്മകുമാർ എന്താ പറഞ്ഞിടുന്നത്? അറസ്റ്റിന് മൂപ്പാട് എനിക്കൊന്നും അറിയില്ല. പത്മകുമാർ പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് പറഞ്ഞത്, ദൈവതുല്യരായ ചിലർ എന്നെക്കാൾ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ദൈവതുല്യരായ ആൾ ആരാണ്? അത് തന്ത്രിയാണോ മന്ത്രിയാണോ എന്നൊക്കെ അറിയണ്ടേ? അല്ലെ, ഇപ്പൊ എന്ത് ഉൾപ്പോണ്ട് ഇപ്പൊ ഇത് രാവിലെ ഇപ്പൊ വാസവൻ ശബരിമലയ്ക്ക് പോയിട്ട് ഇപ്പോഴാണ് അന്വേഷിക്കുന്നത്. 6 മാസം മുമ്പാണ് ഇവിടെ സംഗമം നടത്തി, ഇവിടെ അയ്യപ്പ സംഗമൊക്കെ നടത്തി എന്തൊക്കെ ചെയ്യാന്നൊക്കെ. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഒരു ചോദ്യം ചോദിച്ചാൽ, ഈ തന്ത്രിക്ക് അവിടെ വലിയ സ്ഥാനമുണ്ടോ സാറേ? പിന്നെ തന്ത്രിയല്ലേ അവിടുത്തെ എല്ലാ അധികാരവും. ദൈവത്തിന്റെ പിതൃസ്ഥാനമൊക്കെ തന്ത്രിക്കുണ്ട് എന്നാണ് ഒരു സങ്കല്പം. അവിടെ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് അവിടെ എന്തെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റണോ, അല്ലെങ്കിൽ പുതിയതായി പണിയണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന സ്വർണം പൂശിയ ചെമ്പിൽ പൊതിഞ്ഞ ഇതൊക്കെ ഇളക്കണോ മാറ്റിവെക്കണോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ തന്ത്രിയുടെ അനുമതിയോടുകൂടി ഇതെല്ലാം നടക്കൂ. തന്ത്രിമാരാണ്. ബാക്കി എല്ലാവരും ദേവസ്വം ബോർഡ് മെമ്പർമാർ 1-2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ മാറുന്ന ആളുകളാണ്. മേൽശാന്തി പോലും വർഷാവർഷം മാറുന്നവരാണ്. പക്ഷേ തന്ത്രിമാരങ്ങനെയല്ല. തന്ത്രിമാരിങ്ങനെ പരമ്പരയായി അവർ തന്നെ തന്ത്രിമാരായി തുടരുന്നവരാണ്. അവർക്ക് വലിയ അധികാരമല്ലേ അവിടെ ഉള്ളത്. എന്നാ പിന്നെ ഈ തന്ത്രി അവിടുത്തെ കാര്യങ്ങളൊക്കെ ആ വകുപ്പ് മന്ത്രിനെ അറിയിക്കേണ്ടതല്ലേ നേരത്തെ? തന്ത്രി അവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്ത്രി അറിയാതെ നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഗൗരവമുള്ളതാണ്. പക്ഷേ ഈ തന്ത്രിയൊക്കെ ആകുമ്പോൾ ഈ അധികാരം കൂടുതലുള്ള ആളുകളെയൊക്കെ തൊടാൻ എല്ലാവർക്കും ഭയമല്ലേ? അങ്ങനെ ആയാൽ പറ്റൂല്ലോ. ഇതൊരു പൊതു സ്വത്തല്ലേ ഒരു കൂട്ടരെ. അപ്പൊ അതും നമ്മളെ കേരളത്തില്
വളരെയധികം ആൾക്കാരാണ് ഇന്നലെയൊക്കെ വന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണ്ടേ? ആ തന്ത്രി പറഞ്ഞു കൊടുക്കണ്ടേ? എന്നിട്ട് അതിന്റെ ആൾക്കാരെ ശിക്ഷിക്കണ്ടേ? ശരി, ശ്രീ മുഹമ്മദാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശിവദാസൻ, ഈ പത്മകുമാറിലേക്കും എൻ വാസുവിലേക്കും ഒക്കെ അന്വേഷണം എത്തി. പക്ഷേ പത്മകുമാറിനേക്കാളും വാസുവിനേക്കാളും ഒക്കെ അവിടെ അധികാരമുണ്ടായിരുന്ന ആ രണ്ടുപേരില്ലേ, അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോഴും അധികാരമുണ്ട്, തന്ത്രിയും ആ കാലത്തെ ദേവസ്വം മന്ത്രിയും ഒക്കെ, അവരിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതല്ലേ? നമസ്കാരം കിരൺ. നമസ്കാരം. കിരൺ, മനസ്സിലാക്കേണ്ട കാര്യം, തന്ത്രി കാലകാലങ്ങളിൽ നമ്പൂരിമാരും പൂജാരിമാറും ദേവസ്വം ബോർഡ് അംഗങ്ങൾ മാറും, മന്ത്രിമാരും മാറിപ്പോവും. തന്ത്രി മാറാറില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം, അതായത് ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം അവിടെ തന്ത്രിക്കോ മറ്റുള്ള ഉദ്യോഗസ്ഥർക്കോ യാതൊരു റോളുമില്ല. തന്ത്രി ശ്രീ ശിവദാസൻ അങ്ങനെ പറയരുത്. തന്ത്രിമാരാണ് ഇപ്പോഴും അവിടെ വലിയ അധികാരമൊക്കെ കൈയാളുന്നത്. ഈ ഇടതുപക്ഷ ഗവൺമെന്റ് വന്ന ശേഷം തന്ത്രിമാരുടെ അധികാരത്തിലൊന്നും കൈതൊടാൻ അവർക്കൊന്നും ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല, അവരൊന്നും അത് ചെയ്തിട്ടുമില്ല. സാറ് പറയുന്ന വിഷയമാണ്, സാറിന് പറയുമ്പോൾ എനിക്ക് പറയുന്ന വിഷയമാണ്. സാർ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെയല്ല. എന്ത് അധികാരമാണ് തന്ത്രിമാരുടെ ഇടതുപക്ഷ മന്ത്രിസഭ വന്ന ശേഷം എടുത്തത്? പറഞ്ഞേക്കോ താങ്കൾ ഒരു അധികാരം എടുത്ത കാര്യം പറയൂ. എടുത്ത അധികാരം എടുത്തത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും ഈ ഭരിക്കുന്ന ഗവൺമെന്റ്. തന്ത്രിമാർക്ക് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ഉണ്ടായിരുന്ന അധികാരത്തിൽ ഏതെങ്കിലും ഒരു അധികാരം തന്ത്രിമാർ, ഇവിടെ സ്വർണം പൂശാനുള്ള സാധനം ഇളക്കുന്നു, തന്ത്രിയുടെ അനുമതി വാങ്ങണം, തന്ത്രിയുടെ അനുമതി വാങ്ങാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ തന്ത്രിയുടെ അധികാരത്തിൽ കൈകടത്താൻ ഈ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ഒന്നും ഇതുവരെ ധൈര്യം ഉണ്ടായിട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ സാർ, അതിന് നമ്മൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്, അങ്ങനെ വരുമ്പോൾ ദേവസ്വം കമ്മിറ്റി കൂടി പാസ്സാക്കി ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ട് തന്ത്രി അറിയിക്കും, ഇങ്ങനെയാണ് നമ്മൾ ഇന്ന സ്ഥാനം നന്നാക്കാൻ പോവുകയാണ്, ഇന്ന സ്ഥാനം മാറ്റാൻ പോവുകയാണ്. തന്ത്രി എന്ത് പറയുന്നു? അപ്പൊ അവരാലോചിച്ചിട്ട് അവരുടെ ശരി, ഓക്കെ, അവർ അംഗീകാരം കൊടുക്കുന്നു, കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ ബാക്കിൽ തന്ത്രിക്ക് പോകാൻ പറ്റൂല. അത് നോക്കാൻ ആളിനെയൊക്കെ തന്ത്രി അറിയുന്ന ആളല്ലേ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒന്നും കൊണ്ടുവച്ച ആളല്ലല്ലോ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവർക്കെല്ലാം നന്നായി അറിയുന്ന ആളല്ലേ? അവര് ആരാ കൊണ്ടുപോകുന്നത്, എങ്ങോട്ടാ കൊണ്ടുപോകുന്നൊക്കെ അറിയില്ലേ? കിരൺ സംഭവം അറിയുന്നുണ്ട്, അദ്ദേഹം അറിയാം. പക്ഷെ അതിന് ഉത്തരവാദപ്പെട്ട ആളല്ലേ? ആ ഉത്തരവാദപ്പെട്ട ആൾ അറിയില്ല എന്ന് പറയുന്നത് എന്താണ് അതിനകത്ത് കാര്യം? സാറേ, മോഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം അറിയില്ല, മോഷ്ടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് എന്താണെന്ന് ഇവരൊക്കെ അറിയുന്ന ആളുകളല്ലേ? അല്ലെങ്കിൽ അവിടെ നിന്ന് ഇളക്കി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ട ആളല്ലേ? ഇല്ല, ഇടയ്ക്ക് കൊണ്ടുപോകുമ്പോൾ സാർ ഇടയ്ക്ക് കൊണ്ടുപോകാൻ അധികം ഇടയ്ക്കൊണ്ട് പണി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ തന്ത്രിക്ക് പറയാൻ പറ്റൂല. കോവിഡ് പണി ചെയ്യുന്നു പറയാൻ പറ്റൂല, പണി ചെയ്യാൻ പറയുന്ന അദ്ദേഹത്തിന് പറയാൻ പറ്റൂല. അതിനാണ് ഇവിടെ ദേവസ്വം ബോർഡ് ഗവൺമെന്റ് ഉള്ളത് സാറേ. തന്ത്രിക്ക് അത് കള്ളത്തിനെ പറ്റി അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ല. കാരണം മോടിച്ചോമെല്ലാം പത്മകുമാർ ഭസ്മമായി തീർന്നു. ഇനി പിടിക്കേണ്ടത് വാസവനെയും കടകംപള്ളിയും മുഖ്യമന്ത്രിയുമാണ്. കടകംപള്ളിക്ക് ഏതെങ്കിലും തരത്തിൽ ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിൽ ഇടപെടാൻ പ്രത്യേകിച്ച് ഒരു അധികാരവുമില്ല. ദേവസ്വം ബോർഡിന്റെ ഒരു ഫയലും ഉൾപ്പെടാൻ മന്ത്രിക്ക് യാതൊരു അധികാരവുമില്ല. പക്ഷേ തന്ത്രിക്ക് അങ്ങനെ, തന്ത്രിക്ക് മന്ത്രിയേക്കാൾ ശബരിമലയിൽ അധികാരമുള്ള ആളാണ്. ഞങ്ങളുടെ ചോദ്യം മന്ത്രിയിലേക്കും തന്ത്രിയിലേക്കും പോകേണ്ടതെന്ന് തന്നെയാണ്. പക്ഷേ താങ്കൾ ഒരാളെ മാത്രമായി പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. ഞാൻ ഒരാൾ സാർ ഇത്രയും പൊതുവേ വിളിച്ചാൽ ഞാൻ സാർ മനസ്സിലാക്കുക, ഇതുവരെയ്ക്ക് ആരും ഒരാളെ കുറ്റപ്പെടുത്തും. തന്ത്രിക്ക് അവകാശമുണ്ട്, തന്ത്രിക്ക് മുൻ പവർ തന്നെയാണ്, ഇതൊന്നും പറയുന്നില്ല. പക്ഷെ തന്ത്രി എടുക്കുന്ന തീരുമാനം എടുക്കണമെങ്കിലും ദേവസ്വം ബോർഡും അംഗങ്ങളും അവിടുത്തെ വിജിലൻസ് കോടതി നിയമിച്ച ആൾക്കാരുണ്ട്, വിജിലൻസിന്റെ കമ്മീഷനുണ്ട്, കോടതി ആൾക്കാരുണ്ട്. ഓരോ സെക്ഷൻ ആദരിച്ചു കൂട്ടോടെ തീരുമാനം എടുക്കുമ്പോൾ അതിനെ ഒളിച്ചിരുന്ന് കള്ളന്മാർ ചെയ്യുന്ന കള്ളത്തരം കാണിക്കാൻ വേണ്ടി തന്ത്രിക്ക് അറിയില്ല. എനിക്കറിയില്ല, മന്ത്രിക്ക് അറിയാമോ? തന്ത്രിക്ക് അറിയാമോ? ആർക്കും അറിയില്ല. തന്ത്രിയും മന്ത്രിക്ക് ഈ കള്ളത്തിൽ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അങ്ങനെ അന്വേഷണം ഉണ്ടായിട്ടില്ല. പിന്നെ ശിവദാസിന് എങ്ങനെ അറിയാൻ പറ്റും തന്ത്രിക്ക് അതിലൊരു ഒന്നും അറിയില്ല എന്ന്? കാരണം ഞാൻ കേൾക്കാം സാർ, ഞാൻ ഒരു സാധനം നന്നാക്ക സാറിന്റെ ഓഫീസ് തന്നെ ഒരു സാധനം ഉത്തരവാദപ്പെട്ട ആളല്ലേ, സ്ഥിരമായി അവിടെ ഉള്ള ആളല്ലേ? ഈ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ലേ? ആള് തന്നെയാണ്. അങ്ങനെയുണ്ട്, അദ്ദേഹത്തെ കണ്ടെത്തണം, അദ്ദേഹം കണ്ടെത്തണം, ഇതേ പറയില്ല, കണ്ടെത്തണം. പക്ഷെ തന്ത്രിയുടെ പേർത്തോണ്ട് വെക്കാൻ ചെയ്യേണ്ടത് അപ്പം ദേവസ്വം മന്ത്രിക്കും ദേവസ്വം മന്ത്രികൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഗ്രീൻ സാറേ. ശരി, അപ്പൊ താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ മിനിയാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീമതി മിനി, ഈ ശബരിമലയിലെ ദേവസ്വം ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലൊക്കെയും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സാധാരണഗതിയിൽ പോകുന്നതിനപ്പുറത്തേക്ക് പോയി എന്നൊക്കെ പറയാം. പക്ഷെ ഒക്കെ ഇവരെക്കാളൊക്കെ അധികാരമുള്ള രണ്ടുപേർ, ഒന്ന് ശബരിമല തന്ത്രിയും അന്നത്തെ മന്ത്രിയും ഒക്കെയാണ്. അവരുടെ പങ്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഉണ്ടോ ഇല്ലയോ എന്നെങ്കിലും അന്വേഷിക്കണ്ടേ? തീർച്ചയായിട്ടും അന്വേഷിക്കണം സാർ. ഒരു കരിയില് അനങ്ങിയാലും അത് തന്ത്രിയുടെ പേര് നമ്മൾ ഏതൊരു ഇതിലും കാണുന്നുണ്ട്.
അപ്പൊ എല്ലാത്തിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരാൾ തന്ത്രിയാണ്. തന്ത്രി അറിയാതെ ഒന്നും നടക്കത്തില്ലല്ലോ. അതേ കണക്ക് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് മന്ത്രിക്കും ബന്ധം ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും തന്ത്രിക്ക് അറിയാതെ ഒരു കാര്യം നടക്കത്തില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കണ്ഠര് രാജീവ്. അദ്ദേഹമാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇതായിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ട് അന്വേഷണം തീരുന്നില്ല. ഇനിയും ഇവരുടെ മേലിൽ അന്വേഷണം വരണം, എന്നെങ്കിൽ അതിൽ ഒരു പൂർണ്ണതയാവുന്നുള്ളൂ. എന്തായാലും തന്ത്രി അറിയാതെ ഒന്നും നടക്കത്തില്ലെന്ന് തന്നെ സാറേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനും അറിയാമായിരിക്കാം, പക്ഷെ അവരാരും എന്താ പറയാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരിക്കാം. ഈ അവിടെ പരമ്പരാഗതമായി തന്നെ അവിടെ ഉള്ള ആളുകളാണ്, അവിടുത്തെ അധികാരമുള്ള ആളുകളാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ നേരിട്ട് അറിയുന്ന ആളുകളും അവരുമായി വലിയ അടുപ്പമുള്ള ആളുകളും ഒക്കെയാണ്. പലതരത്തിലുള്ള അടുപ്പമുണ്ട് എന്നുള്ള തെളിവുകളൊക്കെ എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളും ഒക്കെ ഏത് തരത്തിലാണ് ഇടപെടുന്നതിനെ കുറിച്ച് ഈ പറയുന്നത് പോലെ ഒന്നും അറിയില്ല എന്നൊക്കെ പറയാൻ അത് വിശ്വസിക്കാൻ കഴിയുമോ? അത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ സാർ. അദ്ദേഹം അറിയാതെ ഈ കണ്ഠര് രാജീവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് A-Z അമ്പലവുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ അദ്ദേഹം അറിയാതിരിക്കാൻ ഉള്ള കാര്യം അങ്ങനെ, അതിന് ആ ഒരു ന്യായീകരണമേ തെറ്റാണ്. എന്തായാലും അവരിലും അന്വേഷണം എത്തണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ശരിക്കുള്ള ഒരു കാര്യം അറിയാൻ പറ്റത്തുള്ളൂ. ഇവര് കുറച്ചു പേര് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇദ്ദേഹത്തിന്റെ കയ്യിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇരിക്കുന്ന അമ്പലവുമായിട്ട്. ശരി, ശ്രീമതി കവിതയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ കവിത. ഹലോ. ഹലോ, നമസ്കാരമുണ്ട്. നമസ്കാരം. നമ്മുടെ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന തന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല സാറേ. തന്ത്രിക്ക് ഒരു വാക്ക് പറയാമായിരുന്നു ആരെങ്കിലും. ഈ സ്ത്രീ എടുത്തുകൊണ്ട് പോയപ്പോ തന്ത്രി മിണ്ടാതിരുന്നത് തന്ത്രിയുടെ പേർക്ക് ഒരുപാട് തെറ്റുണ്ട്. എന്റെ ഭർത്താവ് ഇവിടെ പറയും തന്ത്രി ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത് തന്ത്രി അറിയാതെ ഇത് ഒന്നും നടക്കൂല. നടക്കൂ സാറേ? സ്വാഭാവികമായും അറിയേണ്ടതാണ്. ശബരിമലയെ സംബന്ധിച്ച് മന്ത്രിക്കോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഈ മേൽശാന്തിക്കോ അറിവുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, അവിടുത്തെ A-Z കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ തന്ത്രിയാണ്. ഈ തന്ത്രിമാർ എന്ന് പറയുന്നത് പരമ്പരയായി കിട്ടുന്നതാണല്ലോ, അല്ലാതെ ആരും നിയമിക്കുന്നതും ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് കുടുംബപരമായി തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളുകളാണ് ഈ തന്ത്രിമാർ. ഈ ഈ ഡോറ് എല്ലാം ഇളക്കിക്കൊണ്ട് പോവാ അദ്ദേഹം സാക്ഷിയായിരുന്നു. എന്നിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല, ഒപ്പ് മാത്രം വച്ചില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യുമ്പോൾ അറിയാം എന്താണെന്നല്ല. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീമതിയാണ്, കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാർ അറസ്റ്റിലായി. അവരെക്കാൾ അധികാരമുള്ള ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും കൃത്യമായി അറിയാവുന്ന, A-Z എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അറിയാവുന്ന തന്ത്രിയുടെ മേലേക്ക് അന്വേഷണം എത്തുന്നില്ല. അന്ന് അധികാരമുണ്ടായിരുന്ന മന്ത്രിയുടെ മേലേക്കും അന്വേഷണം എത്തുന്നില്ല. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് തന്ത്രിയുടെ പേരിലേക്ക് എത്തണം, മന്ത്രിയുടെ പേരിലേക്ക് എത്തണം. ഇതിൽ നിന്ന് ഇനിയും സാറേ കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇത് പോയി ഏറ്റവും തലപ്പത്ത് നിൽക്കും. ഇവര് മാത്രമൊന്നല്ല, ഇന്നിപ്പോ ഉള്ള അവരെല്ലാം വെറും ഡമ്മി മാത്രമാണ്, വെറും ഡമ്മി മാത്രം. ഇതിൽ പോയി പിന്നെ വേറെ ഒന്ന്, നമ്മളെ നാട്ടിൽ കോൺഗ്രസിനും കൊള്ളൂല, BJP ഒന്നിനും കൊള്ളൂല, ഒരു പുണ്ണാക്കിനും കൊള്ളൂല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഫോൺ കട്ടാക്കരുത്. ഇവര് ഈ കോൺഗ്രസിന് BJP എന്തിനും ഒന്നിനും കൊള്ളുമില്ലേ? ഇതൊന്നും ഇവിടെ നടക്കൂല. ഇതേ സ്ഥാനത്ത് ഇത് BJP കോൺഗ്രസ് ആണോ ഇത്രയൊന്നും വേണ്ട. ഒരംശം ചെയ്തില്ലെങ്കിൽ ഈ CPM-കാർ കേരളം കത്തിച്ച് കളയും. കേരളം കത്തിക്കൽ മാത്രമല്ല, ഇത്ര മാത്രം മതി, ഇത്ര. അതുകൊണ്ട് BJP ഒന്നിനും കൊള്ളൂല, കോൺഗ്രസിന് ഒരു പൂണ്ടാക്കിനും കൊള്ളൂല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നടക്കുന്നത്. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? ഇത് മാത്രം. ഏതെല്ലാം കളവ്, എന്തെല്ലാം തട്ടിപ്പ്, എന്തെല്ലാം എങ്ങനെയെല്ലാം തരാം, എന്തെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. എന്താ അന്വേഷിക്കുന്നത്? എല്ലാം അന്വേഷിക്കുക, പാർട്ടി അന്വേഷിക്കുക. ഏത് പാർട്ടി? ആരെ പാർട്ടി? പാർട്ടിയാണോ? താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിന്റെ അന്വേഷണം ഇനി തന്ത്രിയിലേക്കും മന്ത്രിയിലേക്കും ഒക്കെ എത്തേണ്ടേ? കിരൺ സാറേ, ആദ്യമായിട്ട് സന്തോഷമുണ്ട് നമ്മുടെ ചാനലിലേക്ക്. എന്താന്ന് വെച്ചാൽ സ്ത്രീകളുടെ എണ്ണം കൂടുന്നുണ്ട്, അത് വളരെയേറെ നല്ലത്. അതോടൊപ്പം തന്നെ സന്തോഷമുണ്ട്, സ്ത്രീകളാണെന്ന് തോന്നുന്നു കുറെ കൂടി ഷാർപ്പായി അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. പുരുഷന്മാർക്ക് പലപ്പോഴും അഭിപ്രായം പറയാൻ ഈ ചെറിയ രീതിയിലുള്ള ഭയമൊക്കെ ഉണ്ടെന്നുള്ളത്. സ്ത്രീകൾക്ക് നല്ല ഏത് പാർട്ടിക്കെതിരെയായാലും അവർ പറയുന്നത് ഭയങ്കര ഷാർപ്പായിട്ടാണ് പറയുന്നത്. അതെ സാർ, നമ്മുടെ പൈലറ്റ് നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരവും വരുന്നുണ്ട് സാർ. ശരി, പറഞ്ഞോളൂ.
സാറ് നമ്മളുടെ ഈ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓരോരുത്തരെ കണക്ട് ചെയ്താണ് സാർ അവരെ അറസ്റ്റ് ചെയ്യുന്നത്. നല്ലൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളിലേക്ക് എന്ന് പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ തന്ത്രിയിലേക്കോ മന്ത്രിയിലേക്കോ പോകാനായിട്ട് സാധ്യതയുണ്ട് സാർ. തീർച്ചയായിട്ടും ഓരോരുത്തരിൽ നിന്നുമാണ് ഇങ്ങനെ കണക്ട് ചെയ്താണ് അവർ ശരിക്കുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചും കൊണ്ടാണ് സാർ ഓരോരുത്തരെ അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനിയും പലതും പ്രതീക്ഷിക്കാം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അജിത്താണ് വെങ്ങാനൂരിൽ നിന്നാണ്. ശ്രീ അജിത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിന് ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അധികാരമുള്ളയാൾ, ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നത്, ഇതിനെല്ലാം അനുമതി നൽകിയത് തന്ത്രിയാണ്. ആ തന്ത്രിയിലേക്ക് അത്തരം ഒരു അന്വേഷണം, അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നതെങ്കിലും അന്വേഷിക്കണ്ടേ? സാറേ, ഇത് നമ്മൾ ദൈനംദിനവും പത്രങ്ങളും ബാക്കി കാര്യങ്ങളും ചാനലും ചർച്ചയും ബാക്കിയെല്ലാം കാണുന്നതാണ്. ഇത് യഥാർത്ഥത്തില് നമ്മള് കോടതി ഇടപെടായിരുന്നെങ്കിൽ, ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. കോടതി ഇടപെടായിരുന്നെങ്കിൽ ഈ കേസ് ഇത് നമ്മൾ ജനങ്ങൾ അറിയുമായിരുന്നു, ഭക്തർ അറിയുമായിരുന്നു. ഇത് സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആദ്യം വിവാദം ഉണ്ടാക്കിയാണ് ഇത് സംഭവം പുറത്തായത്. ഇല്ലില്ല, കോടതി നേരത്തെ ഇടപെട്ടു. അത് നിവൃത്തികേട് കൊണ്ടാണ് ഇടപെട്ടത്. ഈ വിഷയത്തിൽ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് അവിടെ സ്വർണ്ണ പീഠത്തിന്റെ ദ്വാരപാലകന്റെ പീഠം കാണാനില്ലെന്ന് പറയുന്നു. അതേ തുടർന്നായിരുന്നു അന്വേഷണം വരുന്നു. അത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ലേ പിന്നീട് അവസാനമല്ലേ കോടതി ഇടപെടുന്നത്? എന്തായാലും ഇടപെട്ടല്ലോ. പുറത്ത് വന്നതെന്ന് പറഞ്ഞത് തെറ്റാണെന്നാണ്. അതെ, ഇത് നേരത്തെ നമുക്ക് ജനങ്ങൾക്കറിയാം ഇതിൽ ഒരുപാട് കള്ളക്കളികളുണ്ട്. അവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരുന്ന സ്ഥാനങ്ങൾക്കെല്ലാം കമ്മീഷനാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഇതെല്ലാം സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് പോണത്. അവിടെ ഇരിക്കുന്ന ബോർഡിൽ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥര് അല്ലെ ബോർഡ് മെമ്പർമാര് എല്ലാം ഇടതുപക്ഷത്തിന്റെ ആളുകൾ. അവരെയൊക്കെ ഇപ്പൊ പിടിക്കപ്പെടുന്നുണ്ട്. അവരൊക്കെ ഇത് വരണം. തന്ത്രിക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയുന്നല്ലേ അവിടുത്തെ? ഇവര് തന്ത്രിയല്ല, ഇത് മന്ത്രിയല്ല, ഇതിൽ ആരല്ല. ഭഗവാന്റെ കാര്യത്തിൽ വിശ്വാസികൾക്ക് കൊടുത്ത മുറിവിന് കൊടുത്ത പണിയാണ്. ഭഗവാൻ പതുക്കെ കൊടുക്കുകയുള്ളൂ. ഇത് അനുഭവിച്ചപ്പോൾ, ഇത് 7 തലമുറയ്ക്ക് അനുഭവിച്ചപ്പോൾ കാര്യം അത്രയും വിഷമമുണ്ട്. ഇത് രാഷ്ട്രീയമല്ല പറയുന്നത്, ഇത് അത്രയും വിഷമമുള്ള കാര്യം. അനുഭവിക്കുന്നതെന്ന് അറിയില്ല. ആരെങ്കിലും തെറ്റിയതെങ്കിൽ അവർ തന്നെയാണ് അനുഭവിക്കേണ്ടത്. എന്തായാലും നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായപ്പെടണം. ഇന്നൊരു സന്തോഷമുള്ളത്, സ്ഥിരം വിളിക്കുന്ന പ്രേക്ഷകർക്കപ്പുറം ചില കൂടുതൽ സ്ത്രീകൾ ഈ വിഷയത്തിൽ വിളിക്കുകയും വളരെ ഷാർപ്പായി അഭിമാനം തോന്നുന്നുണ്ട്. പുരുഷന്മാർ സ്ഥിരം വിളിക്കുന്നവരൊക്കെ പറയുന്ന ഇതിനേക്കാൾ കൂടുതൽ ഷാർപ്പായി അഭിപ്രായം പറയുന്നത്. അത് വ്യത്യസ്ത പാർട്ടികൾക്കെതിരെയാണ് പറയുന്നതെങ്കിൽ പോലും അവരൊക്കെ ആ പറയുന്നതിന് കുറെ കൂടി ഒരു ആത്മാർത്ഥത ഫീൽ ചെയ്യുന്ന സ്വരത്തിൽ ആണ് അവർക്ക് ആത്മാർത്ഥത ഉണ്ടായതുകൊണ്ട് തന്നെ ആവണം സ്വരത്തിലും അത് ഫീൽ ചെയ്യുന്നത് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നുകൊണ്ടാണ് കൂടുതൽ പ്രേക്ഷകരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത്. നമ്മുടെ ഒരു യുദ്ധവിമാനം തകർന്നതുമായി ബന്ധപ്പെട്ട തേജസ് യുദ്ധവിമാനം എയർ ഷോയ്ക്കിടയിൽ തകർന്നു വീഴുന്ന ആ വാർത്തയിലേക്ക് പോയി. തുടർന്നും ആ വാർത്തയുടെ വിശദാംശങ്ങളൊക്കെ അല്പസമയത്തുള്ളിൽ തന്നെ. എന്തായാലും പൊതുവേദി പൂർണ്ണമാവുകയാണ്. നാളെയും ഇതേ സമയം മറ്റൊരു വിഷയവുമായി